ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ടെന്ന പരാതി ഉന്നയിച്ച കഴകൻ ജീവനക്കാരൻ BA ബാലു രാജിവെച്ചു. തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ജാതി വിവേചനം നേരിട്ടുവെന്ന ഈ പരാതികൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 15 ദിവസമായി ഈ മെഡിക്കൽ ലീവിലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള BA ബാലു. അതിനിടയിൽ ഇന്നലെ ജോലിയിൽ ബാലു പ്രവേശിച്ചിരുന്നു. ഇതിനുശേഷമാണ് രാജിക്കത്ത് കൈമാറിയത്. ജോലിയിൽ തുടർന്നാൽ സ്വാഭാവികമായും ഈ തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കം പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് മുൻനിർത്തിയാണ് ബാലു ഈ രാജിക്കത്ത് കൈമാറിയതെന്നുള്ളതാണ് ബാലുവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നു. പക്ഷേ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ബാലുവും തയ്യാറായിട്ടില്ല. ഈ ജാതി വിവേചന വിവാദം ഉയർന്നു കഴിഞ്ഞ് നമ്മൾ തന്നെ ബാലുവിന്റെ പ്രതികരണം തേടിയതാണ്. ആ സമയത്തും ബാലു ഈ ജാതി വിവേചനം നേരിട്ടു എന്ന കാര്യത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരു തരത്തിലുള്ള വിവേചനം നേരിട്ടുവെന്നോ നേരിട്ടില്ല എന്നോ പറയാൻ താനില്ല എന്ന തരത്തിലായിരുന്നു ബാലുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതിനുശേഷം മെഡിക്കൽ ലീവിൽ പോയ ബാലു ഈ മെഡിക്കൽ ലീവ് നീട്ടുകയായിരുന്നു 15 ദിവസത്തോളം. 15 ദിവസത്തെ മെഡിക്കൽ ലീവിന് ശേഷമാണ് ബാലു ഇന്നലെ ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. എന്തായാലും ദേവസ്വം ഈ രാജി സ്വീകരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ഉന്മേഷം. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.